LPUP എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ സയൻസിൻ്റെ 7ാമത്തെ ഭാഗമാണ് നോക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ല വയനാടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ല വയനാടായിരുന്നു. ഇനി 2024 രാജ്യത്തെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് ബീഹാറിലെ പാറ്റ്നയിലായിരുന്നു. 2024 രാജ്യത്തെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് പാറ്റ്നയിലാണ്, ബീഹാറിലെ പാറ്റ്നയിൽ. 2024 ഫെബ്രുവരിയിൽ കേരള സാങ്കേതിക സർവകലാശാലയുടെ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ്. അപ്പോൾ APJ അബ്ദുൽ കലാം സാറിൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയാണ് സാങ്കേതിക സർവകലാശാല. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ്. അപ്പോൾ ഇത് PSC ചോദിച്ചിട്ടുണ്ട്. 2024 ഫെബ്രുവരിയിൽ കേരള സാങ്കേതിക സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് വിഭാവനം ചെയ്യുന്ന എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമത്തിൻ്റെ പേരാണ് സഹജീവനം സ്നേഹഗ്രാമം. അപ്പോൾ സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സഹജീവനം സ്നേഹഗ്രാമം. എൻഡോസൾഫാൻ പുനരധിവാസവുമായി ബന്ധപ്പെട്ടതാണ് സഹജീവനം സ്നേഹഗ്രാമം. 2024 ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചിയായിരുന്നു. 2024 ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചിയായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ഫെറി നിർമ്മിച്ചത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ഫെറി നിർമ്മിച്ചത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ധൊലേറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഗുജറാത്ത് സ്റ്റേറ്റിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ധൊലേറയിലാണ്, ഗുജറാത്തിലെ ധൊലേറയിലാണ് രാജ്യത്തെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത്. ഇനി ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് സ്ഥാപിതമാകുന്ന രാജ്യം ഇന്ത്യയാണ്. നമ്മുടെ പുലി അതുപോലെ പൂച്ച വർഗത്തിൽപ്പെട്ട മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് സ്ഥാപിതമാകുന്ന രാജ്യം ഇന്ത്യയാണ്. ഇനി കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധന നടത്തുന്നതിനായി WHO നേതൃത്വത്തിൽ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ WHO. കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് WHO നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഹിയർ WHO. അടുത്തിടെ ശാസ്ത്രജ്ഞർ ഡാനിയോനെല്ല സെറിബ്രം എന്ന കുഞ്ഞൻ മത്സ്യത്തെ കണ്ടെത്തി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത കശേരുക്കളുള്ള ജീവികളിൽ ഏറ്റവും ചെറിയ തലച്ചോറുള്ള ജീവിയാണിത്. ഇതിനെ കണ്ടെത്തിയത് മ്യാൻമറിലാണ്. അടുത്തിടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതാണ് ഡാനിയോനെല്ല സെറിബ്രം എന്ന കുഞ്ഞൻ മത്സ്യം. ഇത് കശേരുക്കളുള്ള ജീവികളിൽ ഏറ്റവും ചെറിയ തലച്ചോറുള്ള ജീവിയാണ് ഡാനിയോനെല്ല സെറിബ്രം. ഇത് കണ്ടെത്തിയ രാജ്യം മ്യാൻമറാണ്. അടുത്തിടെ ബംഗാൾ ഒഡീഷ തീരത്തു നിന്നും കണ്ടെത്തിയ ഹെഡ്ഷീൽഡ് കടൽ സ്ലഗിന് ആരുടെ പേരിലാണ് നാമകരണം നടത്തിയത്? അടുത്തിടെ ബംഗാൾ ഒഡീഷ തീരത്തു നിന്നും കണ്ടെത്തിയ ഒരു കടൽ ജീവിയാണ് ഹെഡ്ഷീൽഡ് കടൽ സ്ലഗ്. അതിന് ആരുടെ പേരിലാണ് നാമകരണം നടത്തിയത്? നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൻ്റെ പേരിലാണ് നാമകരണം ചെയ്തത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം മെലാനോക്ലാമിസ് ദ്രൗപദി എന്നാണ്. മെലാനോക്ലാമിസ് ദ്രൗപദി. അടുത്തിടെ ബംഗാൾ ഒഡീഷ തീരത്തു നിന്നും കണ്ടെത്തിയ ഹെഡ്ഷീൽഡ് കടൽ സ്ലഗിന് ആരുടെ പേരിലാണ് നാമകരണം ചെയ്തത്? ദ്രൗപദി മുർമുവിൻ്റെ പേരിലാണ്. നമ്മുടെ പ്രസിഡന്റ് മെലാനോക്ലാമിസ് ദ്രൗപദി എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ക്യാൻസർ ചികിത്സാ രംഗത്ത് 100 രൂപയുടെ ടാബ്ലറ്റായ R+CU വികസിപ്പിച്ച ക്യാൻസർ ചികിത്സാ കേന്ദ്രം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്. ക്യാൻസർ ചികിത്സാ രംഗത്ത് 100 രൂപയുടെ ടാബ്ലറ്റ് R+CU, ആ ടാബ്ലറ്റിൻ്റെ പേരാണ് R+CU. ഇത് വികസിപ്പിച്ച ക്യാൻസർ ചികിത്സാ കേന്ദ്രം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇനി മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ നമ്മുടെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫെയറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് ശ്രമിക്കണേ. അതുപോലെ
നിങ്ങളുടെ സജഷൻസും ഒന്ന് അറിയിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക്